മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ആദ്യമായി SFI ഒരു സമരം മലപ്പുറം കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അഫ്സലാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അഫ്സൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സമരം സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം SFI വൈകിയാണോ കാര്യം തിരിച്ചറിഞ്ഞത്? അല്ല, സമരം ഒരാവശ്യം ഉയർന്നു വരുമ്പോഴുള്ള സമരം സംഘടിപ്പിക്കുക. ഇപ്പോൾ 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞു, 2 ദിവസം മുമ്പ് അലോട്ട്മെന്റ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ സമയത്താണ് ഇത്രയധികം സീറ്റുകൾ കുറവുണ്ടെന്നുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കുന്നതും സമരത്തിലേക്ക് ഇറങ്ങുന്നതും. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി എന്ന ഉറപ്പ് 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഭാഗമായിട്ട് ഉൾപ്പെടെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഷിഫ്റ്റഡ് ബാച്ച് ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ പോലെ അധിക ബാച്ച് ഉൾപ്പെടെ അനുവദിക്കാമെന്നാണ് മന്ത്രി എന്ന ഉറപ്പ്. ആ ഉറപ്പ് ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സമരത്തിലേക്ക് SFI ഇറങ്ങിയിട്ടുള്ളത്. SFIയുടെ മനസ്സിലാക്കിയത് പ്രകാരം ഇപ്പോൾ എത്രയധികം കുട്ടികൾ പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത്, കാരണം പല കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. കണക്ക് ഊതിപ്പെരുപ്പിച്ച കണക്കുകളാണ് പലപ്പോഴും മാധ്യമങ്ങളും വലതുപക്ഷം, അവർക്ക് പിന്നെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, പക്ഷേ മാധ്യമങ്ങളെങ്കിലും ഈ കാര്യമൊന്ന് കൃത്യമായി അപഗ്രഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു ഒന്നാമത്തെ കാര്യം, ആകെ അപേക്ഷ നൽകിയത് 82,446 വിദ്യാർത്ഥികളാണ്. ഇതിൽ വിവിധ അലോട്ട്മെന്റ്, 1ാം അലോട്ട്മെന്റ്, 2ാം അലോട്ട്മെന്റ്, 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ 10,897 വിദ്യാർത്ഥികളാണ്. ഇനി പ്രവേശനം ലഭിക്കാൻ ബാക്കിയുള്ളവർ 21,643 വിദ്യാർത്ഥികളാണ്. അൺഎയ്ഡഡ് സീറ്റുകൾ കൂടെ കൂട്ടുകയാണെങ്കിൽ ഇനി ലഭ്യമായ സീറ്റുകൾ 21,550 സീറ്റുകളാണ്. പക്ഷേ SFI ആവശ്യപ്പെടുന്നത് അൺഎയ്ഡഡ് സീറ്റുകൾ കണക്കിലെടുക്കാതെ പരമാവധി ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാവണം, ഗവൺമെന്റ് മേഖലയിൽ അധിക ബാച്ചുകൾ അനുവദിക്കാൻ വേണ്ടി കഴിയണമെന്നാണ്. പക്ഷേ അതേസമയം തന്നെ അൺഎയ്ഡഡ് ബാച്ചുകൾ ഇത്രയധികം മലപ്പുറം ജില്ലയിൽ ആര് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം കൂടെ ഇവിടെ പ്രസക്തമാണ്. ഇപ്പോൾ ആകെ അൺഎയ്ഡഡ് സീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 11,083 സീറ്റിന്റെ കുറവാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്താണ് SFI ആവശ്യപ്പെടുന്നത്? എന്താണ്? അധിക ബാച്ച് അനുവദിക്കണം. ഇപ്പോൾ അത് മാത്രമല്ല, വിവിധ ഇപ്പോൾ നമുക്കറിയാം, MAB വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ, ഞാനൊക്കെ +1 ചേരുന്ന സമയമാണ്, ഞാൻ പഠിച്ച സ്കൂൾ ഉൾപ്പെടെ ഹയർ സെക്കൻഡറി സ്കൂളായി 170-ലധികം സ്കൂൾ മലബാറിൽ മാത്രം ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തുന്നത്. സമാനമായ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം 20-ഓളമോ ഗവൺമെന്റ് ഹൈസ്കൂളുകളുണ്ട്. അത് താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കുന്നവരെയെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളായി ബാച്ച് അനുവദിക്കണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഇല്ല, സംസ്ഥാന സർക്കാരുമായി നാളെയാണ് ഇപ്പോൾ ഡിസ്കഷൻ പറഞ്ഞത്. മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒഫീഷ്യൽ അറിയിപ്പൊന്നും വന്നിട്ടില്ല. നാളെ വിദ്യാർത്ഥി സംഘങ്ങളുടെ യോഗം വിളിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അറിയിപ്പ് വരുന്ന മുറക്ക് യോഗത്തിൽ പങ്കെടുക്കുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. അധിക ബാച്ചുകൾ അനുവദിക്കാതിരുന്നാൽ തുടർ പ്രതിഷേധങ്ങൾ SFI സംഘടിപ്പിക്കും. തീർച്ചയായും അധിക ബാച്ചുകൾ വേണം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കണം. തുടർ സമരങ്ങളിലേക്ക് SFI പോകും, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. തീർച്ചയായും അതുതന്നെയാണ്. ആ ഒരു വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതുവരെ SFI സമരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഈ അഫ്സൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.